കലൂർ സ്റ്റേഡിയം നവീകരണം വാർത്താക്കുറിപ്പുമായി GCDA. കരാർ സംബന്ധിച്ച കാര്യത്തെപ്പറ്റി വാർത്താക്കുറിപ്പിൽ മൗനം. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നവംബർ 30-നകം പൂർത്തിയാക്കുമെന്ന് സ്പോൺസർ അറിയിച്ചതായും GCDA. അർജന്റീന കേരളത്തിൽ കളിക്കാൻ വരികയാണെങ്കിൽ മത്സരവേദിയായി കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് GCDA ആവശ്യപ്പെടുകയായിരുന്നു. സ്റ്റേഡിയം മത്സരത്തിന് സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട GCDAയുടെ സഹകരണം ഉണ്ടാകണമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ കത്ത് ലഭിച്ചതായും വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനവുമായി എന്തെങ്കിലും കരാറുകളിലോ വ്യവസ്ഥകളിലോ ഏർപ്പെട്ടിട്ടുള്ളതായി എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനിൽ നിന്നാണ് നവീകരണ ജോലികൾ ഏറ്റെടുത്തതെന്നാണ് സ്പോൺസർ പറയുന്നത്. എനിക്ക് GCDയുടെ ബന്ധമില്ലല്ലോ. ഹൈബിയുടെ MPയുടെ നേതൃത്വത്തിൽ UDF MLAമാർ ഇന്ന് കലൂർ സ്റ്റേഡിയം സന്ദർശിച്ചു. സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്പോൺസറുടെ റോളിൽ ഉൾപ്പെടെയുള്ള ആശങ്കകളും അവർ പങ്കുവച്ചു. ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. നവംബർ 30-നകം നവീകരണ ജോലികൾ പൂർത്തിയാക്കി സ്റ്റേഡിയം GCDAക്ക് കൈമാറുമെന്നാണ് സ്പോൺസർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.